ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ പോകുന്നത്. എനിക്ക് ജോലിയുള്ള ദിവസത്തെ തന്നെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നേരത്തെ എണീക്കേണ്ട, അതായത് ഒരു 5:15 എന്ന സമയത്ത് എണീക്കണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ലേറ്റായിട്ട് ജോലിക്ക് കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ്, എനിക്ക് തോന്നുന്നു 6 മണി എന്തോ ആയപ്പോഴാണ് ഞാൻ എണീറ്റത്. എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു 5 മിനിറ്റ് ബോധം ഉണ്ടാവില്ല എന്ന്. പക്ഷേ എന്നെ വളരെ അടുത്തറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ അത് മാറ്റി പറയണമെന്ന് പറഞ്ഞു. 5 മിനിറ്റ് അല്ല, എനിക്ക് ആ ഒരു 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 1.5 മണിക്കൂറത്തേക്ക് ബോധം ഉണ്ടാവില്ല എന്നവർ ആ വ്ലോഗ് കണ്ടിട്ട് മാറ്റി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒരു ബോധം കാണില്ല. അപ്പോൾ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ അതായത് വ്ലോഗ് എടുക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉടക്കൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഉടക്കൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് കെട്ടി വെക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ പോകാൻ നേരത്ത് മുടി കത്തിക്കേണ്ട അവസ്ഥയാവും. ഒന്നാമത് ഇവിടെ സ്നോ നല്ല തണുപ്പായതുകൊണ്ട് മുടിയെ തൊട്ടാൽ അപ്പോൾ ഷോക്കടിയാണ്. മറ്റേ സ്റ്റാറ്റിക് ഫോഴ്സോ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത്. എനിക്ക് മുടിയെ തൊടാൻ പറ്റില്ല, അപ്പം തന്നെ ഷോക്കടിച്ചിരിക്കും. അതേപോലെ ജാക്കറ്റ് ഇട്ടിട്ട് ഒരിടത്ത് ചെന്ന് ജാക്കറ്റ് ഊരുമ്പോൾ തന്നെ മുടിക്ക് ജാക്കറ്റിൽ നിന്ന് വേർപെട്ട് വരാൻ ഭയങ്കര വിഷമമാണ്. ജാക്കറ്റിനോട് ഇങ്ങനെ പറ്റിയാണ് ഇരിക്കുന്നത്. അങ്ങനെ എനിക്ക് 100 മുടി ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 50 മുടി ഞാൻ ഇതേപോലെ വലിച്ചു പൊട്ടിച്ച് ഏകദേശം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടി അത് കഴിഞ്ഞിട്ട് പതിവ് പോലെ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കുകയാണ്. ബ്ലാങ്കറ്റ് മടക്കി വെച്ചാലേ നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. എന്തെങ്കിലുമൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ രാവിലെയും തണുപ്പൊക്കെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ബ്ലാങ്കറ്റ് നമ്മളെ മാടി മാടി വിളിക്കുന്ന പോലെ തോന്നും. അത് തെറ്റല്ല, നമ്മൾ അങ്ങോട്ട് തന്നെ കിടന്ന് ചിലപ്പോൾ ഉറങ്ങിയെന്നും വരാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നല്ല സ്നോ ഉണ്ടായിരുന്നു. വൈകുന്നേരം തൊട്ട് രാത്രി വരെ സ്നോ നന്നായിട്ട് പെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തെ അവസ്ഥ എന്താണെന്ന് നോക്കണം. അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വേണം ഇന്നത്തെ വേഷത്തെ പറ്റി തീരുമാനിക്കാൻ. അപ്പം വളരെ നല്ലൊരു മികച്ച അവസ്ഥയാണ് ഞാൻ കണ്ടത്. കേക്ക് പോലെ സ്നോ വീണിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഫ്രഷായി വന്നിട്ട് പതിവ് പോലത്തെ പരിപാടി, നമ്മുടെ അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ആ പരിപാടികളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. എനിക്ക് ആവേണ്ട ആഗ്രഹങ്ങളൊക്കെ ഞാനിങ്ങനെ പറയും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും, നടക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു സ്വപ്നജീവിയെ പോലെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയില്ല, പക്ഷേ അതുകൊണ്ടാണോ, പക്ഷെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നെ റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് അങ്ങനൊരു ബുക്കുണ്ട്. അതിനകത്തും സേവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഓർഡർ ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സൈലൻസ്, ഒന്ന് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യുക, പിന്നെ അഫർമേഷൻ പറയുക നമുക്ക് എന്താ ആവേണ്ടതെന്ന്, പിന്നെ വിഷ്വലൈസേഷൻ, എക്സസൈസ്, റീഡിങ്, സ്ക്രിബിങ്, എത്രയാണ് ചെയ്യേണ്ടത്. അതിനകത്ത് എക്സസൈസ് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. കാരണം ഞാൻ സൂര്യ നമസ്കാരമാണ് ചെയ്യുന്നത്. എനിക്കത് വീഡിയോയിൽ ഉൾപ്പെടുത്താനൊരു കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഞാൻ എന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ സമയമുള്ള സമയത്താണ് ചെയ്യുന്നത്. പക്ഷേ ബാക്കിയെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എണീറ്റ് ആ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് ബോധമില്ലാത്ത സമയമാണ് ഞാൻ സൈലൻസ്, അതായത് മെഡിറ്റേഷനായിട്ട് ഞാൻ കണക്കാക്കിയേക്കുന്നത്. അല്ലാതെ ഇരുന്ന് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാറില്ല. എൻ്റെ മൈൻഡ് കുറച്ച് വളരെ സ്പീഡിൽ ചിന്തിക്കുന്ന ഒരു മൈൻഡാണ്. അപ്പം ഞാൻ വളരെ മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പല പല കാര്യങ്ങൾ ചിന്തിച്ച് മെഡിറ്റേഷൻ തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാക്കി പോവും. അതുകൊണ്ട് ഞാൻ ആ ഒരു ബോധമില്ലാത്ത അവസ്ഥേനെ സൈലൻസാക്കി എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എഴുതുന്നത് ഇന്ന് എന്താ ചെയ്യാൻ ഉള്ളതെന്ന്, പിന്നെ അതേപോലെ ഇന്ന് എന്തെങ്കിലും കഴിക്കാൻ ഉള്ള പ്ലാനിങ്, അതൊക്കെയാണ് ചെയ്യുന്നത്. കഴിക്കാനുള്ള പ്ലാനിങ് എഴുതുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമുക്ക് സാധനങ്ങളൊന്നും ഇരിക്കില്ല, ഒന്നും ഉണ്ടാക്കാൻ സാധനങ്ങളില്ല. അപ്പോൾ ഇനി അത് വാങ്ങാൻ പോകണം. അത് വാങ്ങാൻ പോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം ഇങ്ങനത്തെ ഒരു വെതറിൽ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടോയെന്ന് തോന്നില്ല. എൻ്റെ ഒരു മടിയുടെ ഒരു കാഠിന്യത കൊണ്ടായിരിക്കാം എനിക്കത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എനിക്ക് മിക്കതും ഈവനിങ് ഷിഫ്റ്റാണ്, ക്ലോസിംഗ് ഒക്കെയാണ് വരാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ളത് എനിക്ക് തീരെയും പറ്റില്ല. അപ്പോൾ ഞാൻ അവധിയുള്ള ദിവസത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ കാനഡയിൽ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഫുഡൊക്കെ വെക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാ ദിവസമൊന്നും കുക്ക് ചെയ്യാറില്ല കേട്ടോ. കുറച്ച് ദിവസത്തേക്കുള്ളത് കുക്ക് ചെയ്തിട്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും.
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്നും കുക്ക് ചെയ്യാറുണ്ട്. ഈ ലഞ്ചും ഉള്ള കാര്യങ്ങൾ, ഈ ചോറ് കൂട്ടാനൊക്കെ ഞാൻ എന്നും കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവുള്ള ദിവസം കുക്ക് ചെയ്യാറാണ് കേട്ടോ പതിവ്. അങ്ങനെ വെക്കും. പക്ഷെ ഞാൻ അധികം ദിവസം അതങ്ങനെ വെക്കില്ല. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ തോന്നില്ല. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാം. ഇപ്പം ഞാൻ ഈയിടെയായിട്ട് രാവിലെ, പ്രത്യേകിച്ച് വിൻ്റർ ആകുന്ന സമയത്ത്, എനിക്ക് എൻ്റെ എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചൂടുള്ളത് കഴിക്കണം. എന്തായാലും ഞാൻ ചായ കുടിക്കും. പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ ചൂടുവെള്ളം കുടിക്കുന്ന ഇപ്പം ഇടയ്ക്ക് ശീലമാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ വളരെയധികം നാൾക്ക് മുന്നേ കുറേ നട്ട്സും പിന്നെ ഡേറ്റ്സും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് ഹീമോഗ്ലോബിൻ കുറവാണ്. അപ്പോൾ എന്തായാലും ഡേറ്റ്സ് കഴിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഹെൽത്തി ആവുമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് നട്ട്സും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിക്കുക എന്നുള്ളതൊക്കെ ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഈ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചൂടുവെള്ളവും നട്ട്സും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്ര ദിവസത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ പിടിക്കാൻ വെച്ചിട്ട് അതൊന്ന് ഫിൽട്ടർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു. ആ സമയത്ത് ഞാൻ നമ്മുടെ വെളിയിൽ എത്രത്തോളം മഞ്ഞ് വീണിട്ടുണ്ട് എന്ന് നോക്കണേ. നമ്മുടെ ബാക്ക് യാർഡാണ്. അവിടെ മൊത്തം മഞ്ഞ് വീണ് നല്ല കേക്ക് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തലേന്ന് എന്തോരം മഞ്ഞ് വീണിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു സമാധാനമായി. പിന്നെ ഇത് ചൂടുവെള്ളം ഒക്കെ റെഡി ആവാറായി. അവരിലാണ് ചൂടുവെള്ളം വെക്കുന്നത്, അല്ലാതെ തിളപ്പിച്ച് കുടിക്കാനൊക്കെ മടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നട്ട്സ്, ബ്രസീൽ നട്ട്സ്, ഡേറ്റ്സ്, ഹേസൽ നട്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടാണ് കേട്ടോ, വീടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ എന്താണ് അവസ്ഥ, ഇതുവഴി വേണമല്ലോ നടന്നു പോകാൻ. അപ്പോൾ അതെന്താണ് അവസ്ഥ എന്ന് ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം മൊത്തത്തിലൊരു വെള്ള കളറാണ്. എവിടെയാണ് വഴി, എന്താണ് അവസ്ഥ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നന്നായിട്ട് മഞ്ഞ് വീണിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ടാസ്ക് ആയിരിക്കും രാവിലെ പോകുന്നതെന്ന് എനിക്ക് തോന്നി. ആലോചനയുടെ സമയമാണ്. ചൂടുവെള്ളമൊക്കെ കുടിച്ച് ആലോചിച്ച് കുറച്ച് നെഗറ്റീവ് തോട്ട്സും കുറച്ച് പോസിറ്റീവ് തോട്ട്സും. ആഹാ, അന്തസ്. അത് കഴിഞ്ഞിട്ട് ഇനി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, മൾട്ടി വൈറ്റമിൻസും വൈറ്റമിൻ ഡിയും. വൈറ്റമിൻ ഡി ഇല്ലാതെ ഒരു കളിയില്ല, പ്രത്യേകിച്ച് വിൻ്റർ ടൈമിൽ. ഇത് രണ്ടും കഴിച്ച് കഴിഞ്ഞാൽ തന്നെ എനിക്ക് എല്ലാം ചെയ്യാനുള്ളൊരു ആരോഗ്യം കിട്ടും. ഇതൊരു പെട്ടെന്നുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് ഒരു കണ്ണ് കറക്റ്റായും മറ്റേ കണ്ണ് പൊട്ടയായിട്ടും എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് ഓവറാക്കി പോകണം, കാരണം നല്ല തണുപ്പുള്ളതുകൊണ്ട് ഷർട്ടിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഹലോ. അപ്പോൾ ഇന്നിവിടെ -7 ഡിഗ്രിയാണ് തണുപ്പ്. പക്ഷെ നല്ല വിൻഡിയാണ് കേട്ടോ. അപ്പോൾ -7 വലിയ തണുപ്പില്ല, എന്നാലും വിൻഡി ആയതുകൊണ്ട് നല്ലതായിട്ട് നമുക്ക് -17 ആണ്, ഫീൽസ് ലൈക്ക് -17 ആണ്. അപ്പോൾ ഇന്നലെ ഇവിടെ സ്നോ സ്റ്റോമിൻ്റെ അലേർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഷിഫ്റ്റിന് ഇറങ്ങിയ സമയത്ത് പ്രശ്നമൊന്നുമില്ല, വെയിലുണ്ടായിരുന്നു. പക്ഷെ വൈകുന്നേരം സ്നോ സ്റ്റോം ഉണ്ടാവുമെന്ന് നമുക്ക് അലേർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ബുദ്ധിപരമായി, ഞാൻ സാധാരണ കാഷ്വൽ ഷൂസ് ഇട്ടിട്ടാണ് ഷിഫ്റ്റിന് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, വരുമ്പം മഞ്ഞത്ത് നീന്തി വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ അതിബുദ്ധിപരമായി ബൂട്ട്സ് ഇട്ടിട്ട് രാവിലെ വെയിലത്ത് പോയി. മഞ്ഞൊന്നുമില്ല, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ ബൂട്ട്സൊക്കെ ഇട്ട് എല്ലാവരിൽ നിന്ന് വ്യത്യസ്തരായി ഞാൻ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ, നമ്മൾ ബൂട്ട്സ് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും ചിലപ്പോൾ എന്നെ ഇങ്ങനെ നോക്കുന്ന ഇവക്കെന്താ പ്രാന്താണോ എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുന്ന പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ അതെന്നെ മെൻ്റലി എനിക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കാർക്കും അറിയില്ലല്ലോ, വൈകുന്നേരം ഞാൻ വരുമ്പം എന്താ തണുപ്പായിരിക്കുമല്ലോ, മഞ്ഞായിരിക്കുമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് എൻ്റെ ബുദ്ധിപരമായ തീരുമാനം ഞാൻ അഭിമാനത്തോടെ ഞാൻ പോയി, ഷിഫ്റ്റിന് പോയി. അവിടെ ചെന്നിട്ട് നമുക്ക് ഈ ബൂട്ട്സ് ഇട്ട് അധികം നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അവിടെ വേറെ ഷൂ ഉണ്ട്. അപ്പോൾ ആ ഷൂസ് ഇട്ടു. ആ ഷൂസൊക്കെ ഇട്ട് ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലൈറ്റായിട്ട് സ്നോ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറുമ്പോൾ വരെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്തോ മറന്നിട്ടുണ്ടല്ലോ, എന്താണത്. ഞാൻ എന്നിട്ട് ബസ് കാർഡൊക്കെ നോക്കിയാൽ ബസ് കാർഡുണ്ട്, ഈ ബസ് കാർഡ് ഉണ്ടെങ്കിൽ പിന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ കയറിയപ്പോൾ ഇവിടെ എത്തി ഷൂസ് ഊരാൻ വേണ്ടി നോക്കുമ്പോഴാണ് അതാ ഞാൻ ഇട്ടിരിക്കുന്നത് കാഷ്വൽ ഷൂസാണ്. എൻ്റെ ബൂട്ട്സ് അവിടെ ചമ്മി ഇരിപ്പുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ ബൂട്ട്സ് അവിടെ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ തൊട്ട് വൈകുന്നേരം തൊട്ട് സ്നോ പെയ്യാൻ തുടങ്ങിയതാട്ടോ. രാത്രിയൊക്കെ പെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇപ്പോൾ രാവിലെ നല്ല കേക്ക് പോലെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം സ്നോ ഉണ്ടാവും. അപ്പോൾ
ഇവിടെ ഞാൻ നിൽക്കുന്ന പ്രൊവിൻസ് ഒണ്ടാരിയോ ആണ്. ഇവിടെ വലിയ പ്രശ്നമില്ല സ്നോയിൽ സർവൈവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ നല്ല രീതിയിൽ ബൂട്ട്സും ഇട്ട് ഗ്ലൗസ് ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിലും തണുപ്പുള്ള പ്രൊവിൻസ് വേറെയുണ്ട്. പക്ഷേ ഇതേപോലെ നമ്മൾ മണ്ടത്തരങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും ഇങ്ങനെ തന്നെയായിരിക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഒരു 4-5 വയസ്സ് തൊട്ടിട്ട് നമ്മൾ ഞാനങ്ങനെ റബ്ബർ കട്ടർ, സ്കെയിൽ, പിന്നെ അത് പുരോഗമിച്ച് റെക്കോർഡ്, പ്രോജക്റ്റ് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ മറന്നു വെക്കുകയും കൊണ്ട് കളയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ അത് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പ്രായം ആകുമ്പോൾ കുറച്ചുകൂടെ ഏജ് കൂടുമ്പം ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുന്നു. എന്തായാലും മാറ്റമുണ്ട്, കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇതേപോലുള്ള ഫോണ്, ബസ് കാർഡ്, ബൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളിലോട്ടൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് 11 മണിക്കാണ് ബസ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം. എന്നാലേ നമുക്ക് നീന്തി അവിടെ വരെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിണ്ടി ആയതുകൊണ്ട് എനിക്കറിയില്ല എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് പോകുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ പോകുന്ന വഴിക്ക് ഉള്ള വീട്ടിലുള്ളവർ സ്നോ അവരുടെ ഫ്രണ്ടിലുള്ളത് മാറ്റിയിട്ടുണ്ടാവും. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി താഴെ വന്നിട്ടോ, ഇനി കുറച്ച് റെഡി ആവാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകാനുള്ള ഒരു സെറ്റപ്പിലാണ്. ഇപ്പോൾ ഞാൻ തലയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി അഴിച്ച് മാറ്റണം. കാരണം നമ്മൾ തലയിൽ മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഇന്ന് കുറച്ച് ഓവറാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. ഷർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ തണുക്കും. അതുകൊണ്ട് ഇതൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ. ഓക്കെ, ഇത് അഴിച്ച് കളയാം. ഇതഴിച്ച് കളഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. വളരെ കഷ്ടപ്പെട്ട് കെട്ടിയൊരു ഹെയർ സ്റ്റൈലായിരുന്നു. ഹെയർ സ്റ്റൈൽ എന്നൊന്നും പറയാനില്ല, എന്നാലും ഞാൻ കുറച്ച്, കാരണം എൻ്റെ മുടി നല്ല നീളമുള്ളത് കൊണ്ട് എന്ത് ചെയ്യാനാണെങ്കിലും ഞാൻ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേണ്ട. ഓക്കെ, ഇതിനകത്ത് ഞാനുണ്ടോ? ഉണ്ട്. ഈ ജാക്കറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. പിന്നെ ആര് കണ്ടാലും തിരിച്ചറിയില്ല. ഓക്കെ, ഓ ഇതെവിടുന്ന് വന്നു? എൻ്റെ ദൈവമേ, ഈ വിൻ്റർ സീസൺ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഏകദേശം ഒക്കെ ഒരു തീരുമാനമാവും. സിബിൻ്റെ ഇടയിൽപ്പെട്ടും ജാക്കറ്റിൻ്റെ ഇടയിൽപ്പെട്ടും. ഓക്കെ, സെറ്റ്. ഇതാണ് ഇവിടുത്തെ മഞ്ഞ്. വെളിയിൽ ഇറങ്ങുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. എനിക്ക് ടെൻഷൻ ആവാനൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ നടന്നങ്ങ് പോയാൽ മതി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ നടക്കുന്ന വഴിയിൽ കുറച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു മഞ്ഞുമല പോലെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം ചാടിക്കടന്നതേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ കിടക്കുന്ന കണ്ടിട്ട്. ക്ലീൻ ആക്കിക്കൊണ്ട് 2 സൈഡിലും കിടക്കുന്ന കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതാ നമ്മൾ ഒരു മലയിലേക്ക്, ഇത് അധികം വലിയ മലയല്ല, ഒരു ചെറിയ സ്ഥലമാണ്. ഇവിടോട്ട് കാലെടുത്ത് കുത്താൻ പോവുകയാണ്. ആഹാ, വീടല്ലേ. ഇപ്പം എൻ്റെ ഷൂ മറ്റേ പാണ്ടിപ്പടക്കകത്ത് ദിലീപ് കുതിരയുടെ ബാക്കിന് പോയിട്ട് വരുമ്പം ഉള്ള അവസ്ഥയായിട്ടുണ്ട്. എൻ്റെ ഒരു കാല് ഇതിനകത്തും ഒരു കാല് ഇവിടെയാണ്. ഇത് റോഡ് ഒരു കുത്തനെയാണ്. ഇതാണ് മൊത്തം മഞ്ഞായി. ഇവിടെ നിന്നും അധികം അവർ ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ
ഈ പൊസിഷനിൽ തന്നെ ബസ് വരുന്നവരെ നിൽക്കേണ്ടതാണ്. നമ്മൾ വിചാരിച്ചത്ര സീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒന്നും അവർ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടോട്ട് കയറാനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വീഡിയോ എടുക്കുന്നത് നിർത്തി. കാരണം അല്ലെങ്കിൽ ഈ കാറ്റും ഫോണും മഞ്ഞും എല്ലാം കൂടെ ആണെങ്കിൽ എൻ്റെ നനച്ച വണ്ടി കിട്ടില്ല. പിന്നെ ഞാൻ നനയ്ക്കാത്ത വണ്ടിയിൽ ഏതെങ്കിലുമൊക്കെ കയറി പോകേണ്ടി വരും. അത് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്തില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ഞാൻ ഇവിടുന്ന് നഗറ്റ്സ് ആയിരുന്നു കേട്ടോ കഴിച്ചത്. എൻ്റെ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് തന്നെ. Can you say Malayalam? Malayalam. Yeah, you did it. Nice. ഇപ്പോൾ അവിടെ നടന്നത് ഞാൻ എൻ്റെ കൊളീഗിനെ കൊണ്ടൊന്നും മലയാളം സംസാരിക്കാൻ ട്രൈ ചെയ്യിപ്പിച്ചാൽ. ഞാൻ എപ്പോഴും കുറേ വാക്കുകൾ പഠിപ്പിക്കാൻ ട്രൈ ചെയ്യും, പക്ഷെ അവരത് മറന്നു പോകും. അപ്പോൾ ആകെ ഇപ്പോൾ അവർക്കറിയുന്ന വാക്കെന്ന് പറഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞ ആ ഒരു വേർഡാണ്. അതവർക്കൊരു ലാംഗ്വേജ് ആണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ ഈ മലയാളം എന്ന് പറയുന്നത് കേട്ടിട്ട് അവർക്കിപ്പോൾ അറിയാവുന്നത് മലയാളം എന്ന് പറഞ്ഞൊരു വേർഡാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് എന്നെ എൻ്റെ കൊളീഗ് തന്നെയാണ് വീട്ടിൽ കൊണ്ടുവിട്ടത്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പതിവ് പോലത്തെ കുറേ സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പുതിയൊരു മസ്കാര ടൈപ്പിലെ കാസ്റ്റർ ഓയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു രസമാണ് കൺപീലിയിൽ ഇങ്ങനെ തൂക്കാം, നമ്മൾ മസ്കാര തേക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ ഞാൻ അവസാനിപ്പിച്ചു. വളരെയേറെ പ്രയത്നിച്ച് ഞാൻ അവസാനിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.